14/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ അനാദിയായ ബന്ധമാണ് സഹോദരന്മാരാണ് എന്നത്. നിങ്ങൾ സാകാരത്തിൽ സഹോദരി സഹോദരന്മാരാണ്. അതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാവുക സാധ്യമല്ല. ചോദ്യം: ആരാണ് വിജയിയായ അഷ്ടരത്നം ആകുന്നത്? അവരുടെ വാല്യൂ എന്താണ്? ഉത്തരം: ആരുടെ മനസ്സിലാണോ ക്രിമിനൽ ചിന്തകൾ ഇല്ലാത്തത്, പൂർണ്ണമായും സിവിൽ ആയി ഉള്ളത്, അവർ തന്നെയാണ് അഷ്ടരത്നം ആകുന്നത്. അതായത് കർമാതീതാവസ്ഥ നേടുന്നത്. അവർക്ക് ഇത്രയും അധികം വാല്യൂ ഉണ്ടാകുന്നു. അതായത് ആരിലെങ്കിലും എപ്പോഴെങ്കിലും ഗ്രഹപ്പിഴ ഉണ്ടാവുകയാണെങ്കിൽ അവരെ അഷ്ടരത്നങ്ങളുടെ മോതിരം അണിയിക്കുന്നു. ഇതിലൂടെ ഗ്രഹപ്പിഴ മാറും എന്ന് വിചാരിക്കുന്നു. അഷ്ടരത്നം ആകുന്നവർ ദീർഘവീക്ഷണ ബുദ്ധിയുള്ളവർ ആയത് കാരണം സഹോദരന്മാരാണ് എന്ന സ്മൃതിയിൽ നിരന്തരം ഇരിക്കുന്നു. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ അറിയുന്നുണ്ട്. അവരുടെ നാമം എന്താണ്? ബ്രാഹ്മണൻ. ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും അനേകമുണ്ട്. ഇതിലൂടെ തെളിയുന്നത് ഇത് അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണ് എന്നാണ്. കാരണം ഒരേ ഒരു പിതാവിൻ്റെ കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും അഡോപ്റ്റഡ് ആണ്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ തന്നെയാണ് അഡോപ്റ്റഡ് ചിൽഡ്രൻ. ധാരാളം ചിൽഡ്രൻ ഉണ്ട്. ഒന്നാണ് പ്രജാപിത ബ്രഹ്മാവിൻ്റേത്, ഇനിയൊന്നാണ് പരംപിത പരമാത്മാ ശിവൻ്റേത്. അപ്പോൾ തീർച്ചയായും അവർക്കും പരസ്പരം കണക്ഷനുണ്ട്. കാരണം ആ ഒന്നിൻ്റെ ആത്മീയ കുട്ടികളാണ്, ഇദ്ദേഹത്തിൻ്റേത് ശാരീരിക കുട്ടികളാണ്. അഥവാ ആ ഒന്നിൻ്റേതാണെങ്കിൽ സഹോദരന്മാരെ പോലെയാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റേതാകുമ്പോൾ സാകാര സഹോദരി സഹോദരന്മാർ ആകുന്നു. സഹോദരി സഹോദരന്മാർക്ക് ക്രിമിനൽ ബന്ധം ഒരിക്കലും ഉണ്ടാകുന്നില്ല. നിങ്ങളെക്കുറിച്ചും ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നുവല്ലോ, ഇവർ എല്ലാവരെയും സഹോദരി സഹോദരൻ ആക്കുന്നു എന്ന്. അതിലൂടെ ശുദ്ധ ബന്ധം നിലനിൽക്കട്ടെ, ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാകാതിരിക്കട്ടെ. കേവലം ഈ ഒരു ജന്മത്തേക്ക് ഈ ദൃഷ്ടി ഉണ്ടാകുന്നതിലൂടെ പിന്നെ ഭാവിയിൽ ഒരിക്കലും ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാവുകയില്ല. അവിടെ സഹോദരി സഹോദരന്മാരായി മനസ്സിലാക്കുന്നു എന്നല്ല. അവിടെ എങ്ങനെയാണോ മഹാരാജാവും മഹാറാണിയും ആയിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. നമ്മൾ ഏവരും സഹോദരി സഹോദരന്മാരാണ്. പ്രജാപിത ബ്രഹ്മാവ് എന്ന നാമം ഉണ്ടല്ലോ. പ്രജാപിത ബ്രഹ്മാവ് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇത് ലോകം അറിയുന്നില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ പുരുഷോത്തമ സംഗമയുഗേ BK ആണ് എന്നറിയുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ ധർമ്മം എന്ന് പറയില്ല. ഈ കുലത്തിൻ്റെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബ്രാഹ്മണ കുലത്തിലേതാണ്. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ തീർച്ചയായും ഒരു പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. ഇത് പുതിയ കാര്യമാണല്ലോ. നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, നമ്മൾ BK ആണ്. അല്ലെങ്കിൽ തന്നെ വാസ്തവത്തിൽ നമ്മളെല്ലാവരും ബ്രദേഴ്സാണ്, ഒരു പിതാവിൻ്റെ കുട്ടികളാണ്. ആ ഒന്നിൻ്റെ കാര്യത്തിൽ അഡോപ്റ്റഡ് എന്ന് പറയില്ല. നമ്മൾ ആത്മാക്കൾ ആ ഒന്നിൻ്റെ സന്താനം അനാദിയാണ്. ആ പരംപിത പരമാത്മാവ് സുപ്രീം സോളാണ്. മറ്റാരെയും സുപ്രീം എന്ന വാക്ക് പറയുകയില്ല. സുപ്രീം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പവിത്രമായതിനെയാണ്. എല്ലാവരിലും പ്യൂരിറ്റി ഉണ്ട് എന്ന് പറയില്ല. പ്യൂരിറ്റി പഠിക്കുന്നത് ഈ സംഗമത്തിലാണ്. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലെ നിവാസികളാണ്. കലിയുഗ നിവാസി, സത്യയുഗത്തിലെ നിവാസി എന്ന് പറയുന്നത് പോലെ സത്യയുഗത്തെയും കലിയുഗത്തെയും വളരെ പേർ അറിയുന്നുണ്ട്. അഥവാ ദീർഘവീക്ഷണ ബുദ്ധി ഉള്ളവരാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെയും ഇടയിലുള്ളതിനെ
സംഗമയുഗം എന്ന് പറയുന്നു. ശാസ്ത്രങ്ങളിൽ യുഗേ യുഗേ എന്ന് പറഞ്ഞിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ യുഗം തോറും വരുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. നമ്മൾ പുരുഷോത്തമ സംഗമയുഗി ബ്രഹ്മകുമാർ കുമാരിമാരാണ്. നമ്മൾ സത്യയുഗത്തിലുമല്ല കലിയുഗത്തിലുമല്ല. സംഗമത്തിന് ശേഷം സത്യയുഗം തീർച്ചയായും വരേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ സത്യയുഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പവിത്രതയില്ലാതെ ആർക്കും പോകാൻ സാധിക്കില്ല. ഈ സമയത്ത് നിങ്ങൾ പവിത്രമാകുന്നതിന് വേണ്ടി പുരുഷാർത്ഥിയാണ്. എല്ലാവരും പവിത്രമല്ല. ചിലർ പതീതവുമാണ്. മുന്നോട്ട് പോകവേ വീണു പോകുന്നു. പിന്നെ രഹസ്യമായി വന്ന് അമൃത് കുടിക്കുന്നു. വാസ്തവത്തിൽ ആരാണോ അമൃത് ഉപേക്ഷിച്ച് വിഷം കഴിക്കുന്നത് അവരെ അല്പസമയത്തേക്ക് വരാൻ അനുവദിക്കുന്നില്ല. എന്നാൽ എപ്പോഴാണോ അമൃത് പങ്കുവച്ചിരുന്നത് അപ്പോൾ വികാരി അസുരന്മാർ രഹസ്യമായി വന്ന് ഇരിക്കുമായിരുന്നു എന്ന് മഹിമയുമുണ്ട്. ഇന്ദ്രസഭയിൽ ഇങ്ങനെ അപവിത്രമായവർ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ശാപമേൽക്കുന്നു. ഒരു കഥയും പറയുന്നു. ഒരു മാലാഖ ഒരു വികാരിയെ കൊണ്ടുവന്നു. പിന്നെ അവർക്ക് എന്തവസ്ഥയുണ്ടായി? വികാരി തീർച്ചയായും വീണുപോകും. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. വികാരിക്ക് കയറുവാൻ സാധിക്കില്ല. പറയുന്നു, അവർ പോയി കല്ലായി. മനുഷ്യൻ കല്ലോ വൃക്ഷമോ ഒന്നും ആകുന്നില്ല. കല്ല് ബുദ്ധിയായി. ഇവിടെ വരുന്നത് പവിഴ ബുദ്ധിയാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ രഹസ്യമായി വിഷം കുടിക്കുന്നു. അപ്പോൾ കല്ല് ബുദ്ധിയായി തന്നെയിരിക്കും എന്ന് തെളിയുന്നു. ഇത് മുന്നിൽ, അതായത് നേരിട്ട് മനസ്സിലാക്കിച്ചു തരുന്നു. ശാസ്ത്രങ്ങളിലാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് എഴുതിയിരിക്കുകയാണ്. ഇന്ദ്രസഭ എന്ന പേര് വച്ചിരിക്കുന്നു. അവിടെ പുഷ്യരാഗപരിയും പല പ്രകാരത്തിലുള്ള പരികളെയും കാണിക്കുന്നു. രത്നങ്ങളും നമ്പർ വൈസ് ആണല്ലോ. ചിലത് വളരെ നല്ല രത്നമാണ്, ചിലത് കുറഞ്ഞതാണ്. ചിലരുടെ മൂല്യം കുറവാണ്, ചിലർക്ക് വളരെയധികമുണ്ട്. നവരത്നങ്ങളുടെ മോതിരവും വളരെ പേർ ഉണ്ടാക്കുന്നു, അഡ്വർടൈസ് ചെയ്യുന്നു. പേര് രത്നമെന്ന് തന്നെയാണ്. ഇവിടെ ഇരിക്കുകയാണല്ലോ. എന്നാൽ അവരുടെ കാര്യത്തിലും പറയും, ഇത് വജ്രമാണ്, ഇത് മരതകമാണ്, ഇത് മാണിക്യമാണ്. പുഷ്യരാഗവും ഇരിക്കുകയാണ്. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ടല്ലോ. അവയുടെ വാല്യൂയിലും വളരെയധികം വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ പുഷ്പങ്ങളായും പിന്നെ താരതമ്യം ചെയ്യപ്പെടുന്നു. അവയിലും വെറൈറ്റി ഉണ്ട്. ആരെല്ലാമാണ് പുഷ്പങ്ങൾ എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. ബ്രാഹ്മണികൾ വഴികാട്ടികളായി വരുന്നു. അത് നല്ല പുഷ്പമായിരിക്കും. ചില സ്റ്റുഡൻസും പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ തീവ്രത ഉള്ളവരാണ്. ബാബ പുഷ്പം ബ്രാഹ്മണിക്ക് നൽകാതെ അവർക്ക് നൽകും. പഠിപ്പിക്കുന്നവരെക്കാളും അവരിൽ വളരെ നല്ല ഗുണമുണ്ടായിരിക്കും. ഒരു വികാരവുമില്ല. ചിലരിൽ അവഗുണമുണ്ട്. ക്രോധത്തിൻ്റെ ഭൂതം, ലോഭത്തിൻ്റെ ഭൂതം. ബാബയ്ക്കറിയാം ഇത് ഫേവറേറ്റ് അഥവാ മനസ്സിനിണങ്ങിയ വഴികാട്ടിയാണ്, ഇത് സെക്കൻഡ് നമ്പറാണ് എന്നെല്ലാം. ചില വഴികാട്ടികൾ ജിജ്ഞാസുവിൻ്റെ അത്രയും ഫേവറേറ്റ് അല്ല. ആരാണോ കൊണ്ടുവരുന്നത് അവർ ഫേവറേറ്റ് ആകുന്നു. ഇങ്ങനെയും സംഭവിക്കുന്നു. അതായത് പഠിപ്പിക്കുന്നവർ മായയുടെ നഖങ്ങളിൽ അകപ്പെട്ട് വികാരത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ളവരുണ്ട്. വളരെ പേരെ ചതുപ്പിൽ നിന്നും പുറത്തെടുക്കുന്നു. സ്വയം കുടുങ്ങി മരിക്കുന്നു. മായ വളരെ ബലവാനാണ്. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്. ക്രിമിനൽ ആയി വളരെയധികം ചതിക്കുന്നു. ക്രിമിനൽ ആയി ഉള്ളതുവരെയും സഹോദരന്മാരാണ് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. സിവിൽ ആയി മാറി ക്രിമിനൽ ആയി ഉണ്ടാകുന്നു. എപ്പോഴാണോ ക്രിമിനൽ ആയി ഇല്ലാതായി ഉറച്ച സിവിൽ ആയി ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ കർമാതീത അവസ്ഥ എന്ന് പറയുന്നു. ഇത്രയും സ്വയം തൻ്റെ പരിശോധന നടത്തണം.
ഒരുമിച്ച് കഴിയുമ്പോഴും വികാരത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകരുത്. ഇവിടെ നിങ്ങൾ സഹോദരി സഹോദരന്മാരാകുന്നു. ജ്ഞാനത്തിൻ്റെ വാൾ ഇടയിലുണ്ട്. നമുക്കാണെങ്കിൽ പവിത്രമായി കഴിയുന്നതിൻ്റെ ഉറച്ച പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ എഴുതുന്നു, ബാബ ആകർഷണമുണ്ടാകുന്നു. ആ അവസ്ഥ ഇതുവരെയും ഉറച്ചതായിട്ടില്ല. ഇതും ഉണ്ടായിരിക്കരുത് എന്ന് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും സിവിൽ ആയി എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെയാണ് വിജയം നേടാൻ സാധിക്കുന്നത്. ഏതെങ്കിലും വികാരി സങ്കല്പം പോലും വരരുത്. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകണം. ഇതിനെ തന്നെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത്. ലക്ഷ്യം ഇതാണ്. എത്ര വണ്ടർഫുൾ മാല തയ്യാറാകുന്നു. അഷ്ടരത്നങ്ങളുടെയും മാലയുണ്ട്. കുട്ടികളാണെങ്കിൽ അനേകമുണ്ട്. സൂര്യവംശി ചന്ദ്രവംശി കുലം ഇവിടെ സ്ഥാപിതമാകുന്നു. ഇവരെല്ലാവരെയും ചേർത്ത് ഫുൾ പാസ് ആവുകയും സ്കോളർഷിപ്പ് നേടുകയും ചെയ്യുന്നവർ 8 രത്നങ്ങളാണ്. മധ്യത്തിൽ അവരെ രത്നമാക്കി മാറ്റുന്ന വജ്രമായ ശിവനെ വയ്ക്കുന്നു. ആ ഒന്നാണ് ഇങ്ങനെ രത്നമാക്കിയത്. ഗ്രഹപ്പിഴ ഉണ്ടാവുകയാണെങ്കിൽ അഷ്ടരത്നങ്ങളുടെ മോതിരം അണിയുന്നു. ഈ സമയത്ത് ഭാരതത്തിൽ രാഹുവിൻ്റെ ഗ്രഹപ്പിഴയാണ്. ആദ്യമുണ്ടായിരുന്നത് വൃക്ഷപതിയുടെ, അതായത് ബൃഹസ്പതിയുടെ ദശയായിരുന്നു. നിങ്ങൾ സത്യയുഗി ദേവതയായിരുന്നു. വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിച്ചിരുന്നു. പിന്നെ രാഹുവിൻ്റെ ദശ വന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മേൽ ബൃഹസ്പതിയുടെ ദശയായിരുന്നു. പേര് വൃക്ഷപതി എന്നാണ്. ഷോർട്ടായി ബൃഹസ്പതി എന്ന് പറയുന്നു. നമ്മളിൽ തീർച്ചയായും ബൃഹസ്പതിയുടെ ദശ ഉണ്ടായിരുന്നു. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നപ്പോൾ. ഇപ്പോൾ രാഹുവിൻ്റെ ദശ നിലനിൽക്കുന്നു. അതിലൂടെ നമ്മൾ കവടി തുല്യമായി. ഇത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ഗുരുക്കന്മാരോടും മറ്റും ചോദിക്കുന്നു, ഈ പരീക്ഷയിൽ പാസ്സാകുമോ? ഇവിടെയും ബാബയോട് ചോദിക്കുന്നു, നമ്മൾ പാസ്സാകുമോ? അഥവാ ഇങ്ങനെയുള്ള പുരുഷാർത്ഥത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് പാസ്സാകില്ല എന്ന് പറയുന്നു. പക്ഷേ മായ വളരെ പ്രബലമാണ്. കൊടുങ്കാറ്റിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് നന്നായിരിക്കുന്നു. മുന്നോട്ട് പോകവേ കൊടുങ്കാറ്റ് വളരെയധികം വരികയാണെങ്കിലോ? ഇപ്പോൾ നിങ്ങൾ യുദ്ധത്തിൻ്റെ മൈതാനത്തിലാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഗ്യാരണ്ടി നൽകാൻ സാധിക്കും? മുൻപ് മാല ഉണ്ടാക്കുമായിരുന്നു. ആരെയാണോ 2ാമത്തെയും 3ാമത്തെയും നമ്പറിൽ വെച്ചിരുന്നത് അവരെ ഇല്ല, പൂർണ്ണമായും മുള്ളായി മാറി. അപ്പോൾ ബാബ പറഞ്ഞു, ബ്രാഹ്മണരുടെ മാല തയ്യാറാവുക സാധ്യമല്ല. യുദ്ധത്തിൻ്റെ മൈതാനത്തിലാണല്ലോ. ഇന്ന് ബ്രാഹ്മണൻ നാളെ ശൂദ്രനായി മാറും. വികാരത്തിൽ പോയി എന്നാൽ ശൂദ്രനായി. രാഹുവിൻ്റെ ദശ ഉണ്ടായി. ബൃഹസ്പതിയുടെ ദശയ്ക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്തിരുന്നു. വൃക്ഷപതി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മുന്നോട്ട് പോകവേ മായയുടെ അടിയേറ്റു. പിന്നെ രാഹുവിൻ്റെ ദശ ഉണ്ടായി. ട്രേറ്റർ ആയി മാറുന്നു. ഇങ്ങനെ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നു. ഒരു രാജ്യത്തിൽ നിന്നും മാറി മറ്റൊരു രാജ്യത്തിൽ പോയി അഭയം നേടുന്നു. പിന്നെ ഇവർ നമുക്ക് ഉപയോഗമുള്ളവരാണ് എന്നവരും കാണുമ്പോൾ ശരണം നൽകുന്നു. ഇങ്ങനെ ധാരാളം പേർ ട്രേറ്റർ ആകുന്നു. എയ്റോപ്ലെയിൻ സഹിതം പോയി മറ്റൊരു രാജ്യത്തിൽ ഇരിക്കുന്നു. പിന്നെ അവർ എയ്റോപ്ലെയിൻ തിരികെ നൽകുന്നു. അവർക്ക് അഭയം നൽകുന്നു. എയ്റോപ്ലെയിന് അഭയം നൽകുന്നില്ല. അത് മറ്റവരുടെ പ്രോപ്പർട്ടിയാണല്ലോ. അവരുടെ വസ്തു അവർക്ക് തന്നെ തിരികെ നൽകുന്നു. ബാക്കി മനുഷ്യന് അഭയം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ ശരണത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ മാനം രക്ഷിക്കൂ എന്ന് പറയുന്നു. ദ്രൗപദി വിളിച്ചു, എന്നെ ഇവർ നഗ്നമാക്കുന്നു, പതീതമാകുന്നതിൽ നിന്നും രക്ഷിക്കൂ. സത്യയുഗത്തിൽ ഒരിക്കലും നഗ്നമാകുന്നില്ല. അതിനെ പറയുന്നത് തന്നെ സമ്പൂർണ്ണ നിർവികാരി എന്നാണ്. ചെറിയ കുട്ടികൾ നിർവികാരികൾ തന്നെയാണ്. ഇവർ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ സമ്പൂർണ്ണ നിർവികാരിയായി കഴിയുന്നു. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിഞ്ഞാലും നിർവികാരിയായി കഴിയുന്നു.
അതിനാൽ പറയുന്നു, നമ്മൾ നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയും ആയിക്കൊണ്ടിരിക്കുന്നു. അത് നിർവികാരി ലോകമാണ്. അവിടെ രാവണൻ ഇല്ല. അതിനെ പറയുന്നത് രാമരാജ്യം എന്നാണ്. രാമൻ എന്ന് ശിവബാബയാണ് പറയുന്നത്. രാമനാമം ജപിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ ബാബയെ ഓർമ്മിക്കുക എന്നാണ്. രാമരാമ എന്നെപ്പോഴാണോ പറയുന്നത്, അപ്പോൾ ബുദ്ധി നിരാകാരനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാമരാമ എന്ന് പറയുന്നു, സീതയെ വിട്ടുകളയുന്നു. അതേപോലെ ശ്രീകൃഷ്ണൻ്റെ പേര് പറയുന്നു, രാധയെ വിട്ടുകളയുന്നു. ഇവിടെയാണെങ്കിൽ ബാബ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശ്രീകൃഷ്ണനെ പതീത പാവനൻ എന്ന് പറയില്ല. ബാല്യത്തിൽ രാധാകൃഷ്ണൻ സഹോദരി സഹോദരന്മാരും ആയിരുന്നില്ല, വേറെ വേറെ രാജ്യത്തിലേതായിരുന്നു. കുട്ടികൾ ശുദ്ധം തന്നെയാണ്. ബാബയും പറയുന്നു, കുട്ടികൾ പുഷ്പങ്ങളാണ്. അവരിൽ വികാരത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുന്നതേയില്ല. എപ്പോൾ വലുതാകുന്നു അപ്പോൾ ദൃഷ്ടി പോകുന്നു. അതിനാൽ ബാലകനെ മഹാത്മാവിന് സമാനം എന്ന് പറയുന്നു. എന്നാൽ കുട്ടി മഹാത്മാവിനേക്കാളും ഉയർന്നതാണ്. മഹാത്മാവിനാണെങ്കിൽ നമ്മൾ ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജനിച്ചത് എന്ന് പിന്നെയും അറിയാം. കൊച്ചുകുട്ടിക്ക് ഇതറിയുകയില്ല. കുട്ടി പിതാവിൻ്റേതാകുമ്പോൾ സമ്പത്ത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ രാജധാനിയുടെ അധികാരിയാകുന്നു. ഇന്നലത്തെ കാര്യമാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളാകുന്നു. ഇത്രയും പ്രാപ്തി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്ത്രീ പുരുഷന്മാർ സഹോദരി സഹോദരനായി പവിത്രമായി ജീവിക്കുന്നത് വലിയ കാര്യമാണോ? ഒരല്പം പ്രയത്നവും വേണമല്ലോ. പിന്നെ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഇപ്പോൾ ബൃഹസ്പതി ദശയിലേക്ക് പോകുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു. പിന്നെ പഠനം കാരണം ചിലർ ഉയർന്ന പദവി നേടുന്നു, ചിലർ മധ്യമം, ചിലർ പുഷ്പമാകുന്നു, ചിലർ മറ്റെന്തെങ്കിലും. പൂന്തോട്ടമാണല്ലോ. പിന്നെ പദവിയും ഇങ്ങനെയുള്ളത് നേടും. പുരുഷാർത്ഥം തീർച്ചയായും നല്ലവണ്ണം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പുഷ്പമാകുന്നതിന് വേണ്ടി. അതിനാൽ ബാബ കുട്ടികൾക്ക് കാണിച്ചു തരുന്നതിനായി പുഷ്പങ്ങൾ കൊണ്ടുവരുന്നു. പൂന്തോട്ടത്തിൽ അനേകം പ്രകാരത്തിലുള്ള പുഷ്പമുണ്ട്. സത്യുഗം പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. ഇത് മുള്ളുകളുടെ കാടാണ്. ഇപ്പോൾ നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പരസ്പരം മുള്ളുകൊണ്ട് കുത്തുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ജയം നേടും. മുഖ്യമായ കാര്യമാണ്, കാമത്തിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ തന്നെയാണ് ജഗത് ജീത് ആകുന്നത്. ഇത് കുട്ടികളെ ആശ്രയിച്ചിരിക്കുന്നു. യുവാക്കൾക്ക് വളരെയധികം പ്രയത്നിക്കേണ്ടി വരുന്നു. വൃദ്ധർക്ക് കുറച്ചു മതി. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർക്ക് അതിനേക്കാൾ കുറച്ചു മതി. കുട്ടികൾക്ക് വളരെ കുറച്ചു മതി. നിങ്ങൾക്കറിയാം, നമുക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയുടെ പ്രോപ്പർട്ടി ലഭിക്കുന്നു. അതിനുവേണ്ടി ഒരു ജന്മം പവിത്രമായിരിക്കുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത്? അവരെ പറയുന്നത് ബാലബ്രഹ്മചാരി എന്നാണ്. അവസാനം വരെ പവിത്രമായിരിക്കുന്നു. ആര് പവിത്രമായോ അവർക്ക് ബാബയുടെ ആകർഷണമുണ്ടാകുന്നു. കുട്ടികൾക്ക് ബാല്യം മുതലേ ജ്ഞാനം ലഭിക്കുകയാണെങ്കിൽ സുരക്ഷിതമാക്കാൻ സാധിക്കും. ചെറിയ കുട്ടികൾ അറിവില്ലാത്തവരാണ്. എന്നാൽ പിന്നെ പുറത്ത് സ്കൂളിലും മറ്റും കൂട്ടുകെട്ടിൻ്റെ നിറം പതിയുന്നു. നല്ല കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും, മോശമായ കൂട്ടുകെട്ട് മുക്കി താഴ്ത്തും. ബാബു പറയുന്നു, ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടുപോകുന്നു, ശിവാലയത്തിൽ. സത്യുഗം തീർത്തും പുതിയ ലോകമാണ്. വളരെ കുറച്ച് മനുഷ്യരാണ് വസിക്കുന്നത്. പിന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അവിടെയാണെങ്കിൽ വളരെ കുറച്ച് ദേവതമാരാണ് വസിക്കുന്നത്. അപ്പോൾ പുതിയ ലോകത്തിൽ പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ മനസ്സിന് ഇണങ്ങിയവരാകുന്നതിനായി ഗുണവാൻ ആകണം.
നല്ല നല്ല ഗുണം ധാരണ ചെയ്ത് പുഷ്പം ആകണം. അവഗുണം നീക്കം ചെയ്യണം. ആരെയും മുള്ളുകൊണ്ട് കുത്തരുത്. ഫുൾ പാസ് ആകുന്നതിനും സ്കോളർഷിപ്പ് നേടുന്നതിനുമായി എന്തു തന്നെ ഓർമ്മ വന്നാലും പൂർണ്ണമായും സിവിൽ ആയി ഉണ്ടാകും വിധത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കണം. സദാ ബൃഹസ്പതി ദശ നിലനിൽക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ സർവ ഖജനാവുകളെയും സഫലമാക്കി സദാ പ്രാപ്തി സമ്പന്നം ആകുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിലെ ഏറ്റവും വലുതിലും വലിയ ഖജനാവ് സന്തുഷ്ടമായിരിക്കുക എന്നതാണ്. എവിടെ സർവപ്രാപ്തികളുമുണ്ടോ അവിടെ സന്തുഷ്ടതയുണ്ട്. എവിടെ സന്തുഷ്ടതയുണ്ടോ അവിടെ സർവ്വതുമുണ്ട്. ആരാണോ സന്തുഷ്ടതയുടെ രത്നങ്ങൾ, അവർ സർവപ്രാപ്തി സ്വരൂപമാണ്. അവരുടെ ഗീതമാണ് നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള സർവപ്രാപ്തി സമ്പന്നം ആകുന്നതിനുള്ള വിധിയാണ് ലഭിച്ച സർവ ഖജനാവുകളെയും യൂസ് ചെയ്യുക. കാരണം എത്രത്തോളം സഫലമാക്കുന്നോ അത്രയും ഖജനാവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്ലോഗൻ: ആരാണോ സദാ നന്മയാകുന്ന മുത്തുകൾ പെറുക്കുന്നത്, അവഗുണമാകുന്ന കല്ലുകളല്ല, അവരെയാണ് ഹോളി ഹംസം എന്ന് പറയുന്നത്. ഓം ശാന്തി. ഒരു സെക്കൻഡിൽ ഞാൻ വിദേഹിയായി പരമധാമത്തിൽ എത്തിച്ചേരുന്നു. പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൽ ഞാൻ എൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പവിത്ര കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നു. എന്നിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പരമാത്മാ പവിത്രതയുടെ ശക്തി ആത്മാവിലെ രാജസികവും താമസികവുമായ സംസ്കാരങ്ങളെ സമാപ്തമാക്കുന്നു. ഞാൻ എൻ്റെ അനാദി സദോഗുണി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥ നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ ദേഹമാകുന്ന രഥത്തിൽ അവതരിക്കുന്നു.